So now let's see about another drug which is clotrimazole. So in the university exams നോക്കുകയാണെങ്കിൽ it is very important drug which are asked many times. So പലപ്പോഴും ഇത് ഷോർട്ട് നോട്ട് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ക്ലോട്രിമെക്സാസോസോൾ ഷോർട്ട് നോട്ട് ആയിട്ട്. പിന്നെ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷനിൽ നിന്നും ഒരു ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ഗിവ് ദ റീസൺ ചോദിച്ചിട്ടുണ്ട്. So please ടെക്സ്റ്റിൽ ഇത് മാർക്ക് ചെയ്തിടുക. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. Now let's see what is clotrimazole. So it is a combination drug where we combine two different drugs, which is trimethoprim and sulfametazole or pyrimethamine. ഒരു സൾഫണമൈഡായ സൾഫമെത്താസാസോളിനെയും ട്രൈമെത്തോപ്രിനെയും 1:5 റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ഡ്രഗാണ് ക്ലോട്രിമെസോൾ. സോ ക്ലോട്രിമെസോൾ ഇറ്റ് ഇസ് എ combination of trimethoprim or and sulfametazole or pyrimethamine. So ഇതെന്തിനാണ് കമ്പൈൻ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ there are multiple reasons. ഇതിൻ്റെ അകത്തെ ഒരു റീസൺ ആണ് ഇൻഡിവിജ്വലി ഈ ട്രൈമെത്തോപ്രിനും പൈറിമെത്താമിനും ഒക്കെ ബാക്ടീരിയോസ്റ്റാറ്റിക് മാത്രമാണ്. പക്ഷേ അതിനെ 1:5 റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഇറ്റ് ഇസ് ബാക്ടീരിയസൈഡൽ, ബാക്ടീരിയനെ നശിപ്പിക്കും അത്. So that is why it is used in combination. ഇതിൻ്റെ സ്പെക്ട്രം ഓഫ് ആക്ഷൻ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ആക്റ്റീവ് അഗൻസ്റ്റ് ബോത്ത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം. ഇത്രയെങ്കിലും അറിഞ്ഞിരുന്നാൽ മതി. നിങ്ങൾ ഓരോ ഓർഗാനിസത്തിൻ്റെ പേര് അറിയണം എന്നില്ല. ഇനിയിപ്പോൾ എന്താ ഫോർ യുവർ നോളജ് ഇറ്റ് ക്യാൻ ബി അഗൻസ്റ്റ് സ്റ്റഫിലോകോക്കസ് ഓറിയസ്, സ്ട്രെപ്റ്റോകോക്കൈ, മെനിഞ്ചോകോക്കൈ, സാൽമോണെല്ല, ഷിഗല്ല എക്സെട്ര. Coming to the mechanism of action, this is very very important. Please listen carefully. ആദ്യമേ നമ്മൾ പറഞ്ഞത് ഇതൊരു സൾഫണമൈഡും അതുപോലെ തന്നെ ട്രൈമെത്തോപ്രിനും കമ്പൈൻ ചെയ്തതാണ് അല്ലേ. അപ്പോൾ സൾഫണമൈഡിൻ്റെ ആക്ഷനും ഉണ്ടാവും, ട്രൈമെത്തോപ്രിൻ്റെ ആക്ഷനും ഉണ്ടാവും. സൾഫണമൈഡിൻ്റെ ആക്ഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. എന്താണ് സൾഫണമൈഡിൻ്റെ ആക്ഷൻ? സൾഫണമൈഡിൻ്റെ ബേസിക് ആക്ഷൻ നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫോളിക് ആസിഡ് is one of the important component of bacterial cell wall. Para-aminobenzoic acid is a substrate in the formation of folic acid. Para-aminobenzoic acid is converted into dihydrofolic acid in the presence of the enzyme folate reductase. However, sulfonamide is structurally similar to that of para-aminobenzoic acid. Thereby, it competitively inhibits the enzyme folate reductase by binding to it, thereby reducing the folic acid synthesis. Hence the bacterial cell wall may undergo lysis and there it leads to death of the bacteria. So ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കണ്ടിന്യൂവേഷൻ സ്റ്റെപ്പാണ്. പാര-അമിനോബെൻസോയിക് ആസിഡ് ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ആയതിനു ശേഷം ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു tetrahydrofolic acid in the presence of the enzyme dihydrofolate reductase. ഈ രണ്ടാമത്തെ സ്റ്റെപ്പിനെ നമ്മളുടെ ട്രൈമെത്രോപ്പിൻ എന്ന് പറയുന്ന ഡ്രഗ് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഫോളിക് ആസിഡ് സിന്തസിസിലെ 2 സീക്വൻഷ്യൽ സ്റ്റെപ്സിനെ ബ്ലോക്ക് ചെയ്യും നമ്മളുടെ ഡ്രഗായ ക്ലോട്രിമെക്സാസോൾ. അതുകൊണ്ട് തന്നെ സൾഫണമൈഡിനെക്കാളും ഫാർ മച്ച് എഫക്റ്റീവാണ് നമ്മളുടെ കോമ്പിനേഷനായ ക്ലോട്രിമെക്സാസോൾ. സോ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഫ്ലോ ചാർട്ട് വരയ്ക്കുക ആദ്യമേ. Para-aminobenzoic acid is converted into dihydrofolic acid in the presence of the enzyme folate reductase. ഈ സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യും നമ്മളുടെ സൾഫമെത്താസാസോൾ അല്ലെങ്കിൽ നമ്മളുടെ പൈറിമെത്താമിൻ. ഇനി ഡൈഹൈഡ്രോഫോളിക് ആസിഡിനെ ടെട്രാഹൈഡ്രോഫോളിക് ആസിഡ് ആക്കി മാറ്റും നമ്മളുടെ ഡ്രഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഡൈഹൈഡ്രോഫോളേറ്റ് റിഡക്ടേസ്. ഈ സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് ട്രൈമെത്തോപ്രിൻ. സോ ഈ 2 സീക്വൻഷ്യൽ സ്റ്റെപ്സിനെയും നമ്മളുടെ കോമ്പിനേഷൻ ഡ്രഗായ ക്ലോട്രിമെക്സാസോൾ ബ്ലോക്ക് ചെയ്യും. ഓക്കെ, സോ ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഈ 2 സീക്വൻഷ്യൽ സ്റ്റെപ്സ് ബ്ലോക്ക് ആവുന്നത് കാരണം ഫോളിക് ആസിഡ് സിന്തസിസ് പ്രോപ്പറായിട്ട് നടക്കില്ല.
ഫോളിക് ആസിഡ് ഇല്ലാത്തത് കൊണ്ട് ബാക്ടീരിയൽ സെൽ വാൾക്ക് ഭയങ്കര വീക്കായിരിക്കും. അങ്ങനെ വീക്ക് ആവുന്ന കാരണം ദർ ക്യാൻ ബി ലൈസിസ് ആൻഡ് ഡെത്ത് ഓഫ് ദ ബാക്ടീരിയ. So hope you are clear with the mechanism of action. ഒന്നുകൂടെ മനസ്സിൽ പറഞ്ഞു നോക്കുക. PABA is converted into dihydrofolic acid in the presence of the enzyme folate reductase. ഈ സ്റ്റെപ്പിനെ ഫസ്റ്റ് ഡ്രഗ് ബ്ലോക്ക് ചെയ്യും, which is sulfur metazazole. ഈ dihydrofolic acid is converted into tetrahydrofolic acid in the presence of the enzyme dihydrofolate reductase. ഈ സ്റ്റെപ്പിനെ ബ്ലോക്ക് ചെയ്യും. നമ്മളുടെ സെക്കൻഡ് കോമ്പിനേഷൻ ഡ്രഗായ ട്രൈമെത്തോപ്രിൻ രണ്ട് സീക്വൻഷ്യൽ സ്റ്റെപ്സിനെ അങ്ങനെ ക്ലോട്രിമെക്സാസോൾ ബ്ലോക്ക് ചെയ്യും, അൾട്ടിമേറ്റ്ലി ഡിക്രീസിങ് ദ ലെവൽ ഓഫ് ഫോളിക് ആസിഡ്, thereby rendering a weak bacterial cell wall. Coming to the resistance, the development of resistance to this combination is lower than the individual drugs. So സൾഫണമൈഡ് ഒറ്റയ്ക്ക് കൊടുക്കുന്നതിനേക്കാളും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ബാക്ടീരിയ ഈ ഡ്രഗിനോട് റെസിസ്റ്റൻ്റ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് കമ്പൈൻഡ് ആയിട്ട് ഒരു ഗീവ് ദ റീസൺ പഠിക്കണം. സോ പലപ്പോഴും ഇവിടെ ഗീവ് ദ റീസൺ ചോദിക്കാറുണ്ട്. വൈ ഇസ് ട്രൈമെത്തോപ്രിൻ ആൻഡ് പൈറിമെത്താമിൻ കമ്പൈൻഡ് ഇൻ ക്ലോട്രിമെക്സാസോൾ? ഇതിൻ്റെ റീസൺ എഴുതേണ്ടത് ഇങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് പോയിന്റ് ആണ്, ഇൻഡിവിജ്വലി ബോത്ത് ദ ഡ്രഗ്സ് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ നേച്ചർ, but it becomes bactericidal when it is used as a combination in the ratio of 1:5. First കിട്ടിയോ? ഫസ്റ്റ് പോയിന്റ് ആണ്, ഇൻഡിവിജ്വലി ബോത്ത് ഡ്രഗ്സ് ആർ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇൻ നേച്ചർ ബട്ട് ബിക്കംസ് ബാക്ടീരിസൈഡൽ ഇൻ കോമ്പിനേഷൻ. ഇതാണ് ഫസ്റ്റ് റീസൺ ഫോർ കമ്പൈനിങ് ദിസ് ടു ഡ്രഗ്സ്. സെക്കൻഡ് റീസൺ ആണ്, യു ഹാവ് ടു റൈറ്റ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ. This drug blocks two sequential steps in folic acid synthesis, thereby it is more effective than a single usage of the drug. So single ആയിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും കോമ്പിനേഷനിലാവുമ്പോൾ രണ്ട് സീക്വൻഷ്യൽ സ്റ്റെപ്സ് ഇൻ ദ ഫോളിക് ആസിഡ് സിന്തസിസ് ബ്ലോക്ക് ചെയ്യുന്ന കാരണം ഇറ്റ് ഈസ് മച്ച് മോർ എഫക്റ്റീവ് ദാൻ ഇൻഡിവിജ്വൽ ഡ്രഗ്സ്. സോ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ് ഇൻഡിവിജ്വലി, ബാക്ടീരിയോസൈഡൽ ആവും കോമ്പിനേഷനിൽ. രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് നിങ്ങൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഞാൻ പഠിപ്പിച്ച പോലെ എഴുതുക, എന്നിട്ട് താഴെ എഴുതുക. കോമ്പിനേഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ രണ്ട് സീക്വൻഷ്യൽ സ്റ്റെപ്സിനെ ബ്ലോക്ക് ചെയ്യും. ഹവർ ഇൻഡിവിജ്വൽ ഡ്രഗ്സിൽ ഈ ഒരു ബ്ലോക്കിംഗ് കപ്പാസിറ്റി കുറവാണ്. മൂന്നാമത്തെ പോയിന്റ് ആണ്, ഡെവലപ്മെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് ടു കോമ്പിനേഷൻ ഇസ് ലോവർ ദാൻ ദ ഇൻഡിവിജ്വൽ ഡ്രഗ്സ്. ഈ മൂന്ന് റീസൺസ് കാരണമാണ് ഈ രണ്ട് ഡ്രഗ്സ് 1:5 റേഷ്യോയിൽ കമ്പൈൻ ചെയ്ത് ക്ലോട്രിമെക്സോൾ ആയിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ കാരണം. ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഗിവ് ദ റീസൺ ആയിട്ട് ചോദിക്കാം. വൈ ഇസ് ദിസ് കോമ്പിനേഷൻ യൂസ്ഡ് ഇൻ ദ റേഷ്യോ ഓഫ് 1:5? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മൂന്ന് റീസൺസ് ഒക്കെ ആയിട്ട് നിങ്ങൾ എഴുതണം, എങ്കിൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. Coming to the uses, it can be used in treating UTI, respiratory tract infections, bacterial gastroenteritis with Shigella and E. coli, typhoid, pneumocystic Jerovicki infections, cancroid infections. So these are the major uses: UTI, upper respiratory tract infections as well as lower respiratory tract infections, typhoid, bacterial gastroenteritis, pneumocystic Jerovicki infections and cancroid infections. ഇത് നിങ്ങൾ കാണാതെ പഠിച്ച് തന്നെ പറ്റുള്ളൂ. And the adverse effects there can be nausea, vomiting, headache, glossitis, stomatitis as well as allergic rashes. There can be megaloblastic anemia. There can be granulocytopenia and uremia, especially if the patient is having any kind of renal insufficiency. So these are the adverse effects: nausea, vomiting, headache, glossitis, stomatitis, allergic reactions, megaloblastic anemia, granulocytopenia, uremia in renal insufficiency patients. The nursing implications can be
urinary complications ഉണ്ടാവുന്നത് കൊണ്ട് you should do a baseline checkup of the urine analysis. യൂറിൻ റുട്ടീനും മൈക്രോസ്കോപ്പിയും അതുപോലെ തന്നെ റീനൽ ഫങ്ഷൻ ടെസ്റ്റും മസ്റ്റായിട്ടും ചെയ്യണം.